സൂയിസൈഡിനേക്കാൾ എത്രയോ ബെറ്റർ ഡിവോഴ്സ്. ഇറങ്ങി വരൂ. ഡിവോഴ്സ് അല്ല ദുരന്തം. ദുരന്തം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനോട് ജീവിച്ച് തീർക്കണതിന്. ഡിവോഴ്സ് ഫയൽ കേസുകൾ കൂടിയെന്നുള്ളത് അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇടയായി തുണയായി കീഴ്പ്പെട്ട് ജീവിക്കണം. ഇടയും തുണയാവാം, കീഴ്പ്പെടാൻ വയ്യാന്ന്. ശരിക്കും പറഞ്ഞാൽ അതുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു വൃത്തികെട്ട സമൂഹത്തിൻ്റെ കൺസെപ്റ്റാണ് കുഞ്ഞുങ്ങളോർത്ത് ജീവിക്കൂ എന്ന് പറയുന്നത്. രാവിലെ തല്ല് കണ്ടിട്ടാണ് പോകുന്നത്. അമ്മയെ അച്ഛൻ കൊന്നോ, അച്ഛൻ തൂങ്ങിയോ, അല്ലെ അമ്മ തൂങ്ങിയോ എന്ന് ഓർത്തിട്ട് സ്കൂളിലിരുന്ന് വേവലാതിപ്പെടുന്നു. അല്ലാതെ പറ്റില്ലെങ്കിൽ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് പറയുന്ന പോലെ പിരിയൂ, നല്ല പാരൻ്റ് ആവും. ഇവർ ഏറ്റവും പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി. പുരുഷന്മാരുടെ അടങ്ങുന്ന ഈ സൊസൈറ്റിയെ എല്ലാ സ്ത്രീകളും ഭയക്കുന്നുണ്ട്. സ്വന്തം പാരൻസ് വരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ചെവി കമ്മലുണ്ടല്ലോ, കമ്മൽ മുഴുവൻ പടച്ചെടുത്ത ഒരു കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ജനറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്ത്രീകളാണ് കൂടുതലും പീഡനങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയാം. പക്ഷെ ഒരിക്കലും പുരുഷൻ പീഡനം അനുഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് അവയർനെസ് ഉണ്ട്. ഈ റെഡ് ഫ്ലാഗ് ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കുറച്ച് കുട്ടികൾക്കൊക്കെ. ഇപ്പം അവൾ ഷോർട്ട്സ് ഇട്ട് നടന്ന പെണ്ണായിരിക്കാം ഹോസ്റ്റലിൽ. ഇവിടെ വന്നപ്പോൾ അവൾ നൈറ്റിയും ചുരിദാറും ഇടണോ? അവളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് റൈറ്റ് എന്ന് തോന്നുന്ന ടൈമിൽ റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ, അത് ജാതി ആവട്ടെ മതം ആവട്ടെ എന്ത് തന്നെ ആവട്ടെ, റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുക. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ആ കിട്ടുന്ന കാശ്, ഞാൻ 1000 രൂപ ഞാൻ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ 1000 രൂപ എൻ്റെ ഇഷ്ടത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിനെയാണ് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് ഉത്രയുടെ കൊലപാതകം മുതൽ അതുല്യയുടെ ആത്മഹത്യ വരെ ഒരുപാട് സ്ത്രീധന ഗാർഹിക സ്ത്രീപീഡന മരണങ്ങളാണ് നടക്കുന്നത്. ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും മുന്നോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് പുരോഗമനപരമായിട്ടും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിൻ്റെ ഭാഗമായിട്ടും കേരളം കുറച്ച് പുറകോട്ടാണ് എന്നല്ലേ ഇത് കാണിക്കുന്നത്. അതുല്യ എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കേട്ട ഒരു ന്യൂസാണ് അതുല്യയുടെ സൂയിസൈഡ്. തോന്നുന്നുണ്ടോ ഇതോടെ തീരുമെന്ന്? ഇല്ല. നമ്മൾ പിന്നെയും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഇത് മാറണമെന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന അഡ്വക്കേറ്റ് ശൈലാറാണി എന്നുള്ള വ്യക്തിയായ ഞാൻ മാറണം, അതുല്യ എന്ന് പറയുന്ന ഈ അതുല്യയെ മാറണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിലുള്ളവർ ഈ സ്ത്രീധനം, സ്ത്രീപീഡനം എന്ന് പറയുന്നതിന് ഒരു അവസാനം വരുത്താത്തോടത്തോളം കാലം നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം 1961 വന്ന നിയമമാണ് സ്ത്രീധന നിരോധിത നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. എന്നിട്ട് 2025 അതിൻ്റെ ബാക്കി, അതായത് സ്ത്രീധനം എന്ന് പറയുന്ന വാക്ക് സംസാരിക്കുന്നത് തന്നെ നാണക്കേടുണ്ട്. നമ്മൾ സതി പോലെയൊക്കെ പറയേണ്ട കാര്യങ്ങൾ, പണ്ട് സതി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഈ സമയത്ത് പറയേണ്ടത് പണ്ട് സ്ത്രീധനം നിലനിന്നിരുന്നു എന്ന് പറയേണ്ട സമയത്താണ് നമ്മൾ ഇന്നും സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട വന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. എത്ര പറഞ്ഞാലും ഈ പെൺകുട്ടികളും മാറുന്നില്ല, ആമ്പിളരും മാറുന്നില്ല, വീട്ടുകാരും മാറുന്നില്ല. ഈ 2 തരത്തിലുള്ള പുരുഷന്മാരെ നിങ്ങൾ മാറ്റി. സ്ത്രീകളോടാണ് പറയാനുള്ളത്, പെൺകുട്ടികളുടെ അടുത്താണ് ഞാൻ പറയാനുള്ളത്. അതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ജീവിക്കുന്ന സ്ത്രീകളോടാണ് പറയാനുള്ളത്. നിങ്ങൾ 2 തരത്തിലുള്ള സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരെ മാറ്റണം. ഒന്നെന്ന് പറയുന്നത് സ്ത്രീയുടെ സ്വത്തും പണവും എൻ്റേതാണ് ധനം എന്ന് വിചാരിച്ചിട്ട് ആ അവകാശവാദം ഉന്നയിക്കുന്ന പുരുഷന്മാർ. 2 പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് സ്വന്തം പ്രോപ്പർട്ടിയാണെന്ന് വിചാരിച്ചിട്ട് തല്ലുകയോ അടിയുകയോ ചെയ്യുന്നത്. ഈ വെറുക്കപ്പെട്ട 2 പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുക എന്നുള്ള തീരുമാനം എടുക്കുന്ന നിമിഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സൂയിസൈഡിനേക്കാൾ എത്രയോ ബെറ്റർ ഡിവോഴ്സ്. ഇറങ്ങി വരൂ. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ഒരു ഡിവോഴ്സ് ലോയറാണ് ഡിവോഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഇറങ്ങി വരൂ. നിങ്ങൾക്ക് വിശാലമായൊരു ലോകമുണ്ട്. ചിലപ്പോൾ കിടക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ലെന്ന് വരാം, ഫുഡ് ഉണ്ടാവുന്നില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ട് എങ്കിൽ പണിയെടുക്കൂ, ജീവിക്കൂ, ആത്മാഭിമാനത്തോട് തല ഉയർത്തി ജീവിക്കൂ. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച് തന്നെ ഈ സ്ത്രീകൾ ഇറങ്ങി വരുന്നില്ല ഒരു ജീവിതത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇവരെ ഈ മരിച്ചുപോയവരടക്കം ബ്ലെയിം ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ വീടുകളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ആ ഒരു തരത്തിലുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പം ചെറുപ്പം മുതൽ തന്നെ ഇപ്പം ഞാനടക്കമുള്ള പെൺകുട്ടികൾ പഠിച്ചു വരുന്നത് സഹിക്കണം, ഭർത്താവിൻ്റെ വീട്ടിൽ പോയി സഹിക്കണം, ക്ഷമിക്കണം, അങ്ങനെ ആ രീതിയിൽ അവിടെ നിൽക്കണം, എങ്ങനെയും പിടിച്ചു നിൽക്കണം, കുടുംബത്തിൻ്റെ അഭിമാനം രക്ഷിക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ട് ഇവരെ പഠിപ്പിക്കാൻ വേറെ വഴിയില്ല, അച്ഛനില്ലാതെ കുട്ടികൾ വളരേണ്ടി വരും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടാണ് പെൺകുട്ടികൾ വളർന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാന നിമിഷത്തേക്ക് എത്തുമ്പോൾ ഇവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്?
ആദ്യം ഈ അഭിമാനം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉള്ളതോ അല്ലെങ്കിൽ കുടുംബജീവിതം നിലനിർത്തുന്നതോ അഭിമാനമായിട്ട് കരുതണ്ട. അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റോടുകൂടെ ജീവിക്കാൻ കഴിയുന്നത്, സ്വന്തം വരുമാനത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ് അഭിമാനം എന്നുള്ള ഡെഫിനേഷൻ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ഇപ്പം ഈ അതുല്യ സൂയിസൈഡ് ചെയ്തപ്പോൾ നമുക്കൊക്കെ ഭയങ്കര വിഷമം തോന്നും. അതുല്യ ഇറങ്ങി വന്നിരുന്നെങ്കിലോ? അതിലേക്ക് എന്താ ഈ പറയുന്ന നമ്മൾ ഈ സമൂഹം എങ്ങനെയാണ് പറയുന്നത്? ശരി, നമ്മളിപ്പം കോടതികളിലാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും പറയണത്, ഈ ഇടയ്ക്ക് വന്ന ഒരു കേസിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ്സ് പലതൊക്കെ പറയും, ഭർത്താവാണ്, ജീവിക്കാൻ നോക്ക്, പിള്ളേരുണ്ട്, 2 അടിയൊക്കെ കിട്ടിയെന്നിരിക്കും, സഹിച്ചു പോ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇവരെ കൊണ്ടുവന്നിട്ട് അയ്യോ എന്നെ ഇടിച്ചെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം മാറ്റങ്ങൾ വരേണ്ടതെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും മാറ്റം വരണം. ഈവൺ ഒരു ഡൊമസ്റ്റിക് വയലൻസ് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം, ഒരു ഹോസ്പിറ്റലിൽ വന്ന് അപ്പം പോലീസിനെ അറിയിക്കണം. പോലീസിനെ അറിയിക്കുമ്പോഴേക്കും പോലീസ് അവിടെ വന്ന് കുടുംബം ചേർക്കാനല്ല നിൽക്കേണ്ടത്, ചേരാത്തത് ചേർക്കാൻ നിൽക്കാൻ നമുക്കൊരു അവകാശവും ഇല്ല. ആ പെൺകുട്ടിക്ക് അവിടെ പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ അത് ആവർത്തിക്കും. അത് തുടരാതിരിക്കാനുള്ള ഒരു ഉറപ്പെങ്കിലും അവൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അവൾ അതിൽ നിന്ന് മാറ്റാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ജുഡീഷ്യൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പിന്നെ ഈ ഫാമിലി എന്ന് പറയുന്നത്, നിങ്ങളോട് എനിക്ക് പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഞാനോ പറയണ പോലെ ഈ പുതച്ച് വരുന്ന മകളെക്കാളും നല്ലത് നിങ്ങൾ സ്വീകരിക്കുന്നത് ജീവനോട് വരുന്ന അവളെ നിൽക്കും, അവളെ കൂടെ നിൽക്കൂ, അത്രയേ ഉള്ളൂ. പിന്നെ പുരുഷന്മാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ മാറിയേ പറ്റുള്ളൂ, നിങ്ങളുടെ ഈ ചിന്താഗതി മാറിയേ പറ്റുള്ളൂ. നിങ്ങൾ ഉപദ്രവിക്കാനുള്ളൊരു പ്രോപ്പർട്ടി അല്ല. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്സ് വന്ന് 2005-ലാണ്, ഇപ്പോൾ 20 വർഷങ്ങളായതേ ഉള്ളൂ. അതുവരെ നമ്മൾ അംഗീകരിച്ചിരുന്നതാണ് പുരുഷൻ്റെ മേധാവിത്വമൊക്കെ. അതൊക്കെ മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല. ഈ തപ്പട് സിനിമയിലെ പോലെ ഒരടി എന്ന് പറയുന്നത് ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ഒരടിയാണ്. അപ്പോൾ അവരിറങ്ങി നടക്കും, നിങ്ങളത് സഹിച്ചേ പറ്റത്തുള്ളൂ. പെൺപിള്ളേർ മാറിയേ പറ്റുള്ളൂ. അതിനനുസരിച്ച് പുരുഷനും പെണ്ണിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയേ പറ്റുള്ളൂ. അതുപോലെ ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം 2 കപ്പിൾസ് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് ധീരമായൊരു തീരുമാനമാണ്, അഭിനന്ദനാർഹമാണ്. അപ്പം പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ എന്തുകൊണ്ടോ ഡിവോഴ്സ് അല്ലെങ്കിൽ ഡിവോഴ്സി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് സൈഡാണ് അതിന് കൊടുക്കുന്നത്. ഡിവോഴ്സിന് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ഇതൊരു പോസിറ്റീവ് വാക്കാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പം രക്ഷിതാക്കൾക്കിടയിലാണെങ്കിലും കുടുംബക്കാർക്കിടയിലാണെങ്കിലും, അല്ലാതെ നമ്മളൊരു എന്താ പറയുക, അല്ലാത്തൊരു സൊസൈറ്റിയിലേക്ക് ഒരു ഡിവോഴ്സി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സാധനം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത്? പൊതുവിൽ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതത്തിനും അല്ലെങ്കിൽ കുടുംബം ഭാര്യ ഭർത്ത ബന്ധത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെന്തോ ഡിവൈനായിട്ടും അതാണ് ഒരു ജീവിതം എന്ന് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവർക്ക് മനസ്സിലാവാത്തത്, യോജിക്കാത്ത ഒരു റോങ് പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുക അതിനേക്കാളും വലിയ നരകവും ഇല്ല, അതിനേക്കാളും ഒരു എന്താ പറയുക ദുരന്തവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുടുംബജീവിതം ഇങ്ങനത്തെ ഒരു ജീവിതം, ഡിവോഴ്സ് അല്ല ദുരന്തം. ദുരന്തം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനോട് ജീവിച്ച് തീർക്കണതിന്. പിന്നെ എപ്പോഴും വിചാരിക്കുക ഡിവോഴ്സ് ഈസ് ബെറ്റർ ദാൻ സൂയിസൈഡ്. എപ്പോഴും ഞാൻ പറയുന്ന ഒരേ ഒരു വാക്കാണ്, ഡിവോഴ്സ് ഈസ് ബെറ്റർ ദാൻ സൂയിസൈഡ് എന്ന് പറയുന്നത്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഞാനും അതുല്യ അടങ്ങുന്ന സമൂഹം നമ്മൾ രണ്ടുപേരും ഡിവോഴ്സിനെ പോസിറ്റീവായിട്ട് കാണുന്നില്ല. അതേപോലെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ എല്ലാത്തിനും നെഗറ്റീവ് കാണിക്കുന്ന ഒരു സമൂഹവും ഉണ്ട്. ഇപ്പം എനിക്ക് 22 വയസ്സുള്ള ഒരു മോളുണ്ട്. അപ്പം മോള് വന്നിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഞാൻ കൈനീട്ടി ചേരും. കാരണം ജീവിച്ചത് അവളാണ്, അനുഭവിച്ചത് അവളാണ്. അതിൻ്റെ അകത്ത് എൻ്റെ അടുത്ത് വന്ന കക്ഷികളാണെങ്കിലും ഞാൻ ജഡ്ജ്മെൻറ്റിലൂടെ എന്ത് ചോദിച്ചൂടെ, പൊയ്ക്കൂടെ, വന്നൂടെ എന്നൊന്നും ഞാൻ പറയാറില്ല. സ്ട്രോങ് ആയ ഡിസിഷനാണോ, ദെൻ ഡെഫിനറ്റ്ലി ഞാൻ അവരുടെ കൂടെ നിൽക്കും. ഇപ്പോൾ പിരിയാൻ പറ്റില്ല എന്നുള്ള മനസ്സിലായ ഒരു സ്റ്റേജിൽ ഇപ്പം നമ്മുടെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് അങ്ങേ അറ്റം എക്സ്ട്രീം പോയിട്ടായിരിക്കും ഒരു ഡിവോഴ്സിനെ കുറിച്ച് ദമ്പതികൾ ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കോടതിയിലേക്ക് വരുമ്പം ഈ 1 വർഷത്തെ സമയം പിന്നെയും കൊടുക്കുക, മ്യൂച്വൽ അല്ലെങ്കിൽ ഇപ്പം സ്ത്രീയാണ് പീഡനം അനുഭവിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും 1 വർഷത്തെ ഒരു ഡ്യൂറേഷൻ ഇവർക്ക് കൊടുക്കുക, അതിൻ്റെയൊക്കെ ശരിക്കും ആവശ്യമുണ്ടോ? മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ടിൽ 1 വർഷം വേണ്ട സെപ്പറേഷൻ. ചില ഇപ്പോഴത്തെ എല്ലാ നിയമങ്ങളും എന്ന് പറഞ്ഞാൽ റിലീജിയസ് ബേസ്ഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിയമങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ക്രിസ്ത്യാനിക്കുള്ള നിയമമല്ല ഹിന്ദുസിനുള്ളത്, ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ഉള്ളതല്ല മുസ്ലിങ്ങളിലുള്ളത്. അതിൻ്റെ ഡിഫറൻസുകളുണ്ട്. പിന്നെ പീഡനം അനുഭവിച്ചു അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടന്റ് നോക്കിയിട്ടല്ല പ്രൊസീജിയർ ചെയ്യുന്നത്. പ്രൊസീജിയർ ബേസ്ഡ് വരികയാണെങ്കിൽ ഒരു OP നമ്പർ ഇടുക, എതിർഭാഗത്തിന് നോട്ടീസ് അയക്കും. ഞാൻ പറഞ്ഞ മ്യൂച്വൽ അല്ല കേട്ടോ, മറ്റേ കണ്ടസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ അതിനാണല്ലോ സമയം എടുക്കും. മ്യൂച്വൽ ആണെങ്കിൽ സ്പീഡായിട്ട് മാക്സിമം 6 മാസത്തിനുള്ളിൽ തീരും.
മറ്റേ കഴിയുമ്പോൾ എതിർഭാഗത്തിന് നോട്ടീസ് അയക്കുക, അവരെയും കൂടെ അതിൻ്റെ എന്തെങ്കിലും റീയൂണിയൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ ഒരു മീഡിയേഷൻ സംസാരിക്കുക, എന്നിട്ടേ ട്രയലിലേക്ക് പോയിട്ട് വിധി വരുള്ളൂ. പിന്നെ ഇന്നത്തെ കോടതികൾ ഇത്രയും കൂടിയെങ്കിലും അത്രയും ഫയലുകളുടെ എണ്ണം കൂടിയത് കാരണം നിയമപരമായിട്ട് നീതിയുക്തമായിട്ട് ഒരു തീരുമാനം എടുക്കണ്ടേ കോടതിക്ക്. കോടതി എടുക്കുന്ന തീരുമാനം നീതിയുക്തമായിരിക്കണമല്ലോ. അത് കാരണമാണ് ഈ സമയം എടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഗ്രാവിറ്റി നോക്കിയിട്ട് പീഡനം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി ഡിവോഴ്സ് ഇല്ല. പക്ഷെ പ്രൊട്ടക്ഷൻ അനുവദിക്കും, സേഫ്റ്റി എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഇവരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ സെക്ഷലി ഒന്ന് ഹരാസ് ചെയ്ത് ജോലി സ്ഥലത്ത് ഉപദ്രവിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ട് ഇവരെ സേഫ് ആക്കാൻ പറ്റും. മാം ഇപ്പോൾ പറഞ്ഞല്ലോ ഡിവോഴ്സ് ഫയൽ കേസുകൾ കൂടി എന്നുള്ളത്, അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കൂടുതലും ഹർജിക്കാരി എന്ന് പറയില്ല, പെറ്റീഷണേഴ്സ് പെൺകുട്ടികളാണ്. എന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പെൺകുട്ടികൾക്ക് വന്ന മാറ്റം, നമ്മൾ ആരുടെയും കീഴിലല്ല, അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഡീലല്ല, അല്ലെങ്കിൽ സംതിങ് എൽസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് തലവർത്തി ജീവിക്കണം, എനിക്ക് വേണ്ടത് ഒരു എനിക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന പ്രൊട്ടക്ഷൻ ഒന്നും പിള്ളേർക്ക് ആവശ്യമില്ല. എങ്കിൽ പോലും എനിക്കൊരു കമ്പാനിയനെ വേണം, അല്ലാതെ എനിക്ക് യജമാനനല്ല വേണ്ടത് എന്നുള്ള തീരുമാനം ഒരു എന്താ പറയുക ഒരു ചിന്ത പെൺകുട്ടികൾക്ക് വന്ന് തുടങ്ങിയപ്പോൾ ഈ കൺട്രോളിങ്ങും മെയിൽ ഷോവനിസം കാണിക്കുന്ന പുരുഷന്മാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വേണ്ടത് അവർക്ക് തുണയാണ്. ആരോ പറഞ്ഞില്ല, ഇടയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം. ഇടയും തുണയാവാം, കീഴ്പ്പെടാൻ വയ്യാന്ന്. കീഴ്പ്പെടലാണ് എപ്പോഴും അധികാരം വരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ത്രീധനത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിനൊരു കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചില സാധനങ്ങൾ, ശരി ഞങ്ങൾ സ്ത്രീധനം മേടിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പുരുഷന്മാർക്ക് എന്താ ജോലി എന്ന് ചോദിക്കരുത്, വരേണ്ട ജോലി എന്താണെന്ന് ചോദിക്കരുത്. അപ്പോൾ സ്ത്രീധനത്തിനെയും ജോലിയെയും ഒരു ത്രാസിൽ തൂക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വേറൊന്നും പറയാൻ പറ്റില്ല. ഇത് രണ്ടാണ്. സ്ത്രീധനം എന്ന് പറയുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഒരിക്കലും സ്ത്രീക്ക് ഒരു കാശും പണവും കൊടുത്ത് ഭർത്താവിന് വാങ്ങുന്ന ഒരു പ്രോസസ്സിനെയാണ് ഞാൻ സ്ത്രീധനം. കാശ് കൊടുത്ത് ഒരു 20 പവനും അല്ലെങ്കിൽ 250 പവനും ഇട്ട് ഒരു ചെക്കന് മാർക്കിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ആ ഒരു രീതി മാറണം. പക്ഷേ ജോലി എന്ന് പറയുന്നത് എന്താ? ജോലി എന്ന് പറയുന്നത് അവൻ സെൽഫായിട്ട് ഏൺ ചെയ്യാൻ പറ്റണം. എനിക്ക് തോന്നുന്നു പെമ്പിള്ളേർ ചോദിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഇവനെയും കൂടെ ഫീഡ് ചെയ്യാൻ വയ്യ, എനിക്ക് എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, പക്ഷേ ഇവനെയും കൂടെ നോക്കേണ്ടി വരണം. അല്ലെങ്കിൽ അപ്പം പിന്നെ അവൻ്റെ ഒരു സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷനൊക്കെ നോക്കും. ജോലിയുടെ സ്റ്റാറ്റസ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുമായിട്ട് മാച്ച് ആവുമോ, എൻ്റെ കമ്പാനിയൻ ആണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പെൺകുട്ടികളെ നോക്കുന്നത്. അല്ലാതെ അവൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ സ്വന്തമായിട്ട് വരുമാനമുള്ള ഒരു പെണ്ണിനും അവകാശം കോടതികളോ ജുഡീഷ്യൽ സിസ്റ്റത്തിലോ നിയമത്തിലോ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ട് അത് ചോദിക്കണം. ഇത് രണ്ടും നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പോലും പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് വന്നിട്ട്. ഇപ്പം ഡിവോഴ്സ് ഏറ്റവും കൂടുതൽ ബാധിക്കുക മക്കളുണ്ടെങ്കിൽ ആ മക്കളെ ആയിരിക്കുമല്ലോ. അതായത് അച്ഛൻ ഒരു വശത്ത്, അമ്മ മറ്റൊരു വശത്ത്, ചിലപ്പോൾ ഒരു മാസം കുട്ടി അമ്മയുടെ കൂടെ, ഒരു മാസം അച്ഛൻ്റെ കൂടെ. ഇത് കുട്ടീനെ വല്ലാതെ ട്രോമയിലാക്കുമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് അപ്പം അതിനെ മറികടക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഈ കുട്ടി, അതായത് ഇവർക്ക് ഇപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇത്ര പീരീഡ് ഇയാൾ എനിക്ക് മാച്ച് ആണോ, ഇയാൾ എൻ്റെ കമ്പാനിയൻ ആണോ എന്ന് ഉറപ്പാക്കിയിട്ട് കല്യാണം കഴിക്കുക, ആ രീതിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പോലെ ഒരു ചായ സൽക്കാരത്തിൽ വന്നിട്ട് കല്യാണം നിശ്ചയിച്ച് പോണ കാലമാണ്. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ്. പക്ഷേ ഇന്ന് തലമുറകൾ മാറി കുറച്ചുകൂടെ ആൾക്കാർ വന്നിട്ട് ഇയാൾ എൻ്റെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണർ ആണോ, ഇയാളുമായിട്ട് ഞാൻ ജീവിക്കണം, ഇയാളുമായിട്ട് ഞാൻ എന്താ പറയുക ഗ്രോയിങ് ഓൾഡ്, എൻ്റെ വാർദ്ധക്യത്തിൽ ഇയാൾ എൻ്റെ കൂടെ ഉണ്ടാവണം, മരണം വരെ എനിക്ക് ഇയാളെ കൂടെ ഉണ്ടാവണം. അതിനുള്ള റൈറ്റ് പേഴ്സണാണ്. അതൊരു സ്പെഷ്യൽ പേഴ്സൺ ആയിരിക്കണം. നമ്മുടെ ലൈഫിൽ നമ്മളാണല്ലോ രാജ്ഞി എന്ന് പറയുന്നത്. അപ്പം കൂടെ ഇരിക്കുന്നത് എൻ്റെ കിങ് ആണോ, അല്ലെങ്കിൽ ആ കിങ് നോക്കണം ഇവളെ എൻ്റെ രാജ്ഞിയായിട്ട് എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് നോക്കിയിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതല്ലാതെ എന്താ പറയുക ഒരു നിമിഷം കൊണ്ട് ഒരിക്കലും ഒരാളെ എന്താ പറയില്ലേ പ്രപ്പോസ് ചെയ്തിട്ട് എസ് പറഞ്ഞ് പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത് കുട്ടി ഉണ്ടാവണയാണെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ പിള്ളേരിൽ എനിക്ക് ഭയങ്കര മാറ്റം കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ ഉടനെ കുട്ടി ഉണ്ടോ എന്ന് ചോദിക്കണേരൊക്കെ അവർ പുച്ഛഭാവത്തുണ്ടാണ്. അവരാദ്യം എങ്ങനെയാണ് മാക്സിമം സെറ്റ് ആവുമെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും തോന്നുകയാണ് നല്ലൊരു പാരൻ്റ് ആവാം, വി ആർ റെഡി ടു ഹാവ് എ ചൈൽഡ് എന്നുള്ളൊരു ഫീല് വരുമ്പോഴാണ് അവർ രണ്ടുപേരും പറഞ്ഞത്. രണ്ടുപേരും റെസ്പോൺസിബിൾ ആണ്. അല്ലാതെ ഒരിക്കലും അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഫാദറും കൂടെ റെസ്പോൺസിബിൾ ആകുമ്പോൾ കുഞ്ഞുണ്ടാക്കണം. പിന്നെ വരുന്നത് സെപ്പറേഷൻ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ അതുമില്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു വൃത്തികെട്ട സമൂഹത്തിൻ്റെ കൺസെപ്റ്റാണ് കുഞ്ഞുങ്ങൾ ഓർത്ത് ജീവിക്കൂ എന്ന് പറയുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയും കിടന്ന് തല്ലി പിടിക്കുന്നതിന് കണ്ടിട്ട് വലിയ ട്രോമ, നിങ്ങൾ പറയുന്ന ട്രോമയെക്കാളും വലിയ ട്രോമയാണ്
സെപ്പറേറ്റ് ആയി ജീവിക്കുന്നതിനേക്കാളും വലിയ ട്രോമയാണ് ടോക്സിക് എൻവോൺമെൻറ്റിൽ ആ കുട്ടികൾ ജീവിക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ ഏതോ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, അവൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും ആൾക്കാർ കൂടി നിൽക്കുന്നു ഒന്ന് പേടിച്ച് വരും. കാരണം വെച്ചാൽ രാവിലെ തല്ല് കണ്ടിട്ടാണ് പോകുന്നത്. അമ്മയെ അച്ഛൻ കൊന്നോ, അച്ഛൻ തൂങ്ങിയോ അല്ലെ അമ്മ തൂങ്ങിയോ എന്ന് ഓർത്തിട്ട് സ്കൂളിലിരുന്ന് വേവലാതിപ്പെടുന്നു. അവരെക്കാൾ എത്രയോ നല്ലത് രണ്ടുപേരും സെപ്പറേറ്റ് ആയിരിക്കണം. അവരെപ്പോഴും നോക്കുന്നത് എന്താ, അച്ഛൻ ഹാപ്പിയാണോ, അച്ഛൻ സ്ട്രോങ് ആണോ, അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ അമ്മ ഓക്കെ ആണോ, അമ്മ ഹാപ്പി ആണോ. അതല്ലാതെ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കണോ പിടിക്കണമെന്നൊന്നും കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നേ ഇല്ല ചിന്തയെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിള്ളേരെന്ന് പറയുന്നതേ അപ്പനും അമ്മയൊന്നും അല്ല അവരെ സബ്ജക്റ്റ്. അവർക്ക് ഒരുപാട് ലോകത്ത് ചിന്തിക്കാനില്ലേ. സ്പോർട്സ് ഉണ്ട്, സിനിമയുണ്ട്, പ്രണയങ്ങളുണ്ട്, ബുക്കുകളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ സബ്ജക്റ്റുകൾ. അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്നിട്ടാണോ ഇവർക്ക് വലിയ വലിയ കാര്യങ്ങൾ. അങ്ങനെ ഉള്ളവർ ഒരുമിച്ചിരിക്കട്ടെ. അല്ലാതെ പറ്റില്ലെങ്കിൽ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് പറയണ പോലെ പിരിയോ, നല്ല പാരൻ്റ് ആവും. ഇപ്പോൾ ഒരുപാട് കേസുകൾ മാമിൻ്റെ കയ്യിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ചിലതൊക്കെ ഇങ്ങനെ കുറേ കാലത്തേക്ക് ഹോണ്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ടാവും, ഭയങ്കര ട്രോമ തരുന്ന. അവരെ തന്നെ കാണുമ്പോൾ നമുക്കൊരു ഇവരെന്തുകൊണ്ട് നേരത്തെ ഇത് ചെയ്തില്ല, മീൻസ് ഡിവോഴ്സിനുള്ള ഒരു സ്റ്റെപ്പ് എടുത്തില്ല എന്ന് തോന്നുന്ന അങ്ങനത്തെ തരത്തിലുള്ള ഏതെങ്കിലും ഒരു അനുഭവം? എനിക്കാണെങ്കിൽ ഓരോ കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറേ നേരത്തേക്ക് ഇങ്ങനെ, എന്ന് വെച്ചാൽ ഈവൺ 26 വർഷം ആയെങ്കിലും എനിക്ക് തുടക്കം മുതലുള്ള കേസുകളാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു മൊമെൻറ്റ് ഒരു പീരീഡ് വരെ അതെന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ ക്യാരി ചെയ്യുന്നില്ല ഒന്നും. പിന്നെ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റാണ്. ആൾക്കാർ വ്യത്യസ്തരെ പോലെ ഓരോരുത്തർക്ക് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയും വ്യത്യസ്തമാണ്. ചിലരെടുക്കുന്ന രീതികൾ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ഇതിൽ നിൽക്കുന്ന സ്ത്രീകളെ ബാക്കിലോട്ട് വലിക്കുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് സൊസൈറ്റിയും കുട്ടികളും, ഈ രണ്ടും. ബാക്കിയൊക്കെ പിന്നെ അവർക്ക് പിടിച്ച് നിൽക്കാം, സ്വന്തം കാലിൽ നിൽക്കാം, ജോലി ചെയ്യാം, എന്തെങ്കിലും ചെയ്യാമെന്ന്. ഇവർ ഏറ്റവും പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി, പുരുഷന്മാരുടെ അടങ്ങുന്ന ഈ സൊസൈറ്റിയെ എല്ലാ സ്ത്രീകളും ഭയക്കുന്നുണ്ട്. ആ ഭയം മാറി കിട്ടുകയാണെങ്കിൽ കുറച്ചൊക്കെ എനിക്ക് സ്ത്രീകൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇതുവരെ വരുന്ന കേസുകൾ ഞാൻ എന്താ പറയുക, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇമോഷണലി ഭയങ്കര വീക്കായിട്ടാണ് സ്ത്രീകൾ വരാറുള്ളത്. അവർക്ക് അത്രയും ഞാൻ എൻ്റെ ഫേം ഫുള്ള് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന കേസുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാതെ ഒരു ഓബ്ജക്റ്റായിട്ട് കരുതുന്ന, അല്ലെങ്കിൽ വെറും ഒരു സ്ത്രീ എന്ന് കരുതുന്ന കേസുകളും അവരനുഭവിക്കുന്ന പെയിനും ഒരിടത്തും സപ്പോർട്ട്. സ്വന്തം പാരൻസ് വരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും അവർക്ക് പോലും സപ്പോർട്ടില്ല. പക്ഷെ ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ലേ ജീവിച്ചത്, അവരല്ലേ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അങ്ങനത്തെ കേസുകൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. മനസ്സിലാവും. ഇപ്പം നമ്മൾ കുറേ സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്. വളരെ റെയർ ആയിട്ടാണെങ്കിലും തിരിച്ചും ഉണ്ടാവുമല്ലോ. ഇപ്പം സ്ത്രീകളുടെ ഒരു ബുദ്ധിമുട്ട് കാരണം പുരുഷന്മാർ ഡിവോഴ്സിന് വന്ന് അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജനറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്ത്രീകളാണ് കൂടുതലും പീഡനങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയാം. പക്ഷെ ഒരിക്കലും പുരുഷൻ പീഡനം അനുഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര എന്താ പറയുക, ഈ NPD എന്ന് പറയുന്നുണ്ടല്ലോ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള സ്ത്രീകളുണ്ട്. അവരെപ്പോഴും പുരുഷനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ ഭയങ്കര ഡോമിനേറ്റിംഗ് വേറെ, കൺട്രോളിങ് വേറെ. അവർക്ക് എപ്പോഴും ഇവർക്ക് ഓവർ പവർ ആയിരിക്കും. ഇവരെ കംപ്ലീറ്റ് പാരൻസിൻ്റെയും സിസ്റ്റേഴ്സസ് എല്ലാവരും നിന്ന് ഐസൊലേറ്റ് ചെയ്യുക. പിന്നെ വരുമ്പോഴേക്കും വയലൻസ് ഉണ്ട്. ഉപദ്രവിച്ചിട്ടുള്ള ഒരു ഭർത്താവ് അടിച്ച് ചെവി പോയി ബ്ലഡ് വരെ വന്ന് വൂണ്ട് സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ കോടതി ഹാജരായി. കാരണം കോടതിയുടെ അടുത്ത് നമ്മൾ പുരുഷൻ പെറ്റീഷണറായിട്ട് പോകുന്ന സമയത്ത് കോടതിക്ക് ഒരു പെട്ടെന്ന് ചാടിക്കയറി ഡിവോഴ്സ് ചെയ്യും. എന്താ ഉദ്ദേശമെന്ന്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൂവ് ചെയ്ത് ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇയാൾക്ക് ഈ നാണക്കേട് കാരണം പുറത്ത് പറയാൻ നാണക്കേട്. ഭാര്യ അടിച്ചു എന്ന് പറയുന്നത് ആക്ച്വലി അയാൾ അടിച്ചിട്ട് അയാൾ ഡയഫ്രം പോയി ബ്ലഡ് വരെ വന്ന് ഊണ്ടായി. അതേപോലെ വേറൊരു വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ചെവി കമ്മലുണ്ടല്ലോ, കമ്മൽ മുഴുവൻ പടച്ചെടുത്ത ഒരു കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുരുഷൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ വലിച്ച് പറിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സുകളും ഫോട്ടോസൊക്കെ. അത് ഏതെങ്കിലും തരത്തിൽ ആ സ്ത്രീയെ ഇവർ ഉപദ്രവിക്കുന്നത് കൊണ്ട് വരുന്നതാണോ? അല്ലല്ല, എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ വന്നിട്ട് എന്താ പറയുക, ഇതേപോലെ ഓവർ കൺട്രോളിങ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് ഇടപെടും, അങ്ങനത്തെ നേച്ചറുള്ള സ്ത്രീകളുണ്ട്. പക്ഷെ വളരെ കുറച്ചാണ്. നമുക്കൊരിക്കലും അതിങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല.
ഇപ്പോൾ ഈ മാനസികാവസ്ഥകൾ പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ കുറച്ച് വയലൻ്റ് ആയിട്ട് ഇപ്പം ഈ തരത്തിൽ പറഞ്ഞ പോലെയുള്ള ആൾക്കാർ, ഉപദ്രവകാരികളായ ആളുകൾ, അങ്ങനത്തെ ആളുകൾ നമുക്ക് ടെസ്റ്റിലൂടെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് കല്യാണത്തിന് മുമ്പേ തന്നെ ഇവർ മാനസികമായി ഓക്കെ ആണോ, ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം. അതൊക്കെ ശരിക്കും പറഞ്ഞ് എല്ലാ രീതിയിലും മെന്റൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ ഫിറ്റ്നസ്സും മറ്റേ എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, HIV ഉണ്ടോ എന്നൊക്കെ നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറണ്ടല്ലോ. പിന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ പോവുകയാണെങ്കിൽ ഇവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും പാറ്റേൺ ഡിഫറെൻ്റ് ആണോ, അല്ലെങ്കിൽ ഇവർ 2-3 തെറാപ്പിയൊക്കെ എടുക്കുമ്പോഴേക്കും സൈക്കോളജിസ്റ്റിന്, അതുകൊണ്ട് ഞാനെപ്പോഴും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, നമുക്ക് നമ്മുടെ നാട്ടിൽ അത്ര വന്നിട്ടില്ല, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നോയിൽ തീർക്കുക ദയവ് ചെയ്ത്. ലൈഫ് ലോങ് നമ്മൾ കിടന്ന് അനുഭവിക്കുന്നതിനേക്കാളും യോജിക്കില്ല പിരിയാം എന്ന് പറയുന്നത് എത്രയോ നല്ലതായിരിക്കും. അങ്ങനെ ഒരു നേരത്തെ ഒന്ന് മനസ്സിലാക്കി. പിന്നെ ഇപ്പോൾ കുറച്ച് അവയർനെസ് ഉണ്ട്, ഈ റെഡ് ഫ്ലാഗ് ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കുറച്ച് കുട്ടികൾക്കൊക്കെ. എന്നാലും തോന്നുന്നു നമുക്ക് നമ്മുടെ കാലത്ത് അതൊന്നും ഇല്ല, എല്ലാം ഫുള്ളെല്ലാം ഗ്രീൻ ആയിട്ട് ഫീൽ ചെയ്തൊരു സംഭവം, പാരന്റ്സിന് വിട്ടുകൊടുക്കുന്ന ഒരു. അതെ 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 അതെ. ഇപ്പം വിവാഹമോചനങ്ങളിൽ കൂടുതലും ഈ ദാമ്പത്യത്തിൽ മൂന്നാമതൊരാൾ ഇടപെടുമ്പം വന്നിട്ടുള്ള രീതിയിൽ ഇപ്പം എനിക്ക് പേഴ്സണലി അല്ല, എനിക്കറിയാവുന്ന കുറേ ആളുകളുടെയൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ അമ്മായിയമ്മയായിരിക്കും അല്ലെങ്കിൽ വേറൊരാളായിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള കേസുകൾ കൂടുതൽ ഒരുപാടുണ്ട്. നമുക്കിപ്പം പല പല റീസൺ പറയാമല്ലോ. അതിലുള്ള ഒരു റീസണാണ് നമ്മളിത് പറയുന്ന പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് ആവാം, അല്ലെങ്കിൽ ഈവൺ വേറെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് ആവാം, കൊളീഗിൻ്റെ ഇൻഫ്ലുവൻസ് ആവാം. ഇങ്ങനെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് വരുന്ന കേസുകൾ ഒരുപാടുണ്ട് വന്നിട്ട്. അവരുടെ ഇൻറ്റൻഷൻ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. പക്ഷേ ചിലർ വന്നിട്ട് ഇപ്പം ഭർത്താവിന് പൈസ കൊടുക്കുന്ന ഭാര്യ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് അതൊരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഭർത്താവ് കാശ് കൊടുക്കണമെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ ഒരുമിച്ച് നോക്കുന്നു, അയാളാണ് ആ ഫിനാൻസ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു സുഹൃത്ത് പറയണം, എന്തിനാ നീ കാശ് കൊടുക്കണം, നിന്റെ കാശ് മാത്രം നോക്കിക്കൊണ്ടിരിക്കണം. ചെറിയ 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 സാധനങ്ങൾ വന്നില്ലേ അത് വന്നിട്ട്. അപ്പോൾ ഈ ഫെമിനിസം വേറെ നെഗറ്റീവ് വേയിലും കൂടെ നമ്മൾ ചെയ്യരുത്. അത് നമ്മുടെ സിറ്റുവേഷൻ നോക്കി. ഇപ്പോൾ ഈ കാശ് ഭർത്താവ് നോക്കുന്നുണ്ട് എങ്കിൽ തന്നെയും പക്ഷെ പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അല്ലാതെ ഇവളെ കാശ് മാത്രം ലൂട്ട് ചെയ്ത് അയാൾ അസറ്റ് ഉണ്ടാക്കുന്നതെങ്കിലും ഓക്കെ നമുക്ക് പറയാം, അതൊരു ലൂട്ടിങ് ആണെന്ന് പറയും, ഫിനാൻഷ്യൽ ലൂട്ടിങ് എന്ന് പറയും. പക്ഷെ ഇതങ്ങനെയല്ല. അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, അതാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇവരുടെ ആ ടീം ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ കുട്ടിയുടെ വന്നിട്ട് അതൊരു ഭയങ്കര ഒരു വലിയ ഇഷ്യൂയിലേക്ക് പോയി. അത് ഡിവോഴ്സിൻ്റെ വക്കീലെത്തി. പക്ഷേ ഞാനത് കോംപ്രമൈസ് ചെയ്യിച്ചിട്ട് കറക്റ്റ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോഴും മനസ്സിലാവുമല്ലോ കുറച്ച്. ഇപ്പം ഇത്രയും സംഭവങ്ങൾ നടന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരു 10 വർഷത്തിനിടെ സ്ത്രീ പീഡനത്തിന്, ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് 10 വർഷത്തിനിടെ 90 പെൺകുട്ടികളെങ്കിലും മരിക്കുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കണക്കുകളും കാര്യങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന അതുല്യയുടെ മരണവും കാര്യങ്ങളും, വിസ്മയ മരിച്ചപ്പോൾ അതായിരുന്നു, ഉത്ര മരിച്ചപ്പോൾ അതായിരുന്നു, ഇത്രയും കേസുകൾ കണ്ടിട്ടും മാതാപിതാക്കൾ അതിനൊരു സ്റ്റെപ്പ് മുന്നോട്ടെടുക്കും. അങ്ങനെ ചെയ്യാതെ സ്വന്തം മക്കൾ ഇപ്പം മാം പറഞ്ഞ പോലെ മരിച്ചിട്ട് വരുന്നതിനെക്കാട്ടി നല്ലതല്ലേ ജീവനോടെ വരുന്നതെന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഒന്നെന്ന് പറയുന്നത് നമുക്കിത് സംഭവിക്കില്ല എന്നൊരു തോന്നലായിരിക്കും. മറ്റുള്ളവരെ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ഇടാനും അഭിപ്രായങ്ങൾ. തെരുവിലേക്ക് പെമ്പിള്ളേർ ഇറങ്ങൂ, നമ്മളിപ്പോൾ മെഴുകുതിരി കത്തിച്ചിട്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സാധനം നിർത്തൂ എന്ന്. അതേപോലെ ഈ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ആഡംബരം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ അല്ലേ വരുന്നേ. ഇവരുടെ പ്രതാപം കാണിക്കാനാണ് പറയുന്നത്. പക്ഷെ ആ സ്വർണത്തിൻ്റെ പേരിൽ നാളെ അടിയാണ് നടക്കാൻ പോണത്. റിക്കവറി സ്യൂട്ട്, മറ്റേത് അറ്റാച്ച്മെൻറ്റ്, എന്തെല്ലാം കേസുകളാണ് നമ്മൾ വരുന്നത്. പിന്നെ ഈ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ കോടതിയിൽ പറയുന്നത്, ഇളക്കത്താലി 4 പവൻ, മറ്റേത് ഇത്ര പവൻ എന്ന് പറഞ്ഞ് കോടതിയിൽ നമ്മൾ ആർഗ്യൂ ചെയ്യണം. എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോളൂ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. വെറുതെ ഒരു ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടി കല്യാണം മാറ്റാതിരിക്കുക. പിന്നെ ഞാൻ പറയുന്ന പോലെ സമൂഹം ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കൂ. ദയവ് ചെയ്ത് ഇതിനൊരു അവസാനം കാണും. അതില്ല എന്ന് പറയുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ആവാം. ഈവൻ ഞാനാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുന്നുണ്ട്. അതില്ല അത് തന്നെ തലപൊക്കി നിന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഒറ്റ എണ്ണത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 5 പൈസ കൊടുക്കുക. എൻ്റെ മോൾക്കാണെങ്കിലും ഭർത്താവിന് വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി ഞാൻ ചെയ്യത്തില്ല. ഞാൻ അവളെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അവള് ഭർത്താവിനെ സെലക്ട് ചെയ്യട്ടെ. സെലക്ട് ചെയ്യുന്ന ആള് റൈറ്റ് ആയിരിക്കണോ റോങ് ആയിരിക്കണോ എന്ന് നോക്കേണ്ടത് അവളാണ്. പക്ഷെ എനിക്ക് നമ്മൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്, മോനെ അത് ശരിയാവോ നോക്കിയിട്ട് നോക്കാം എന്ന് പറയുമ്പോൾ പോകുന്ന വഴിയിൽ അവൾക്ക് തന്നെ മനസ്സിലാവുകയാണ് ഇയാളല്ല റൈറ്റ് എന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ, ബ്രേക്കപ്പ് ചെയ്യാനുള്ളൊരു ചോയ്സും കൊടുക്കൂ. ഇതൊക്കെ പറയുമ്പോഴേക്കും പുരോഗമനവാദം മക്കൾക്കില്ല. നമുക്ക് പുറത്തുള്ള പെമ്പിള്ളേർക്ക് പറയാം. ഞാൻ എൻ്റെ കാര്യം തന്നെയല്ലേ പറയണത്.
എൻ്റെ കുട്ടിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഞാൻ എല്ലാ പെൺകുട്ടികളുടെ അടുത്തും പറയാനുള്ളത്. മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മളൊന്ന് ഇറങ്ങി തരും. കോളേജിൽ ക്യാമ്പയിൻ നടത്തൂ, പെൺപിള്ളേരുടെ സംഘടനകളുണ്ട്. ഈവൻ നിങ്ങളുടെ ചാനൽ തന്നെയാണ് എങ്കിൽ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തൂ. നമ്മളല്ലെങ്കിൽ ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മാറ്റം എന്തായാലും അത്യാവശ്യമാണല്ലോ. സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അതിന് എത്രത്തോളം ഒരു സ്പേസ് ഉണ്ട്? അതായത് ഇപ്പം ഒരു പരിധിവരെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇപ്പം സ്ത്രീകൾ ജോലിക്ക് പോകുന്നു, പക്ഷേ അതിൻ്റെ പൈസ വീട്ടിൽ നിന്ന് വാങ്ങി വെക്കും. അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നു, പക്ഷേ വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് നിങ്ങൾ ജോലിക്ക് പോയിക്കോളൂ. ഈ രീതിയിലൊരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ടല്ലോ. അതെങ്ങനെ, ഏത് രീതിയിൽ മറികടക്കാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെ ബാധിക്കും? ഒരു പരിധിവരെ മാറിയിട്ടുണ്ട് ഇപ്പം ചിന്താഗതികൾ മാറി. ഒരിക്കലും നമുക്ക് പഴയ ഒരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം മുമ്പേ ഉള്ള ആൾക്കാർ, 25 വർഷം മുമ്പ് ഞാനുണ്ട് ആ തലമുറയിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് ചെയ്യാനും, ഈവൻ ഫിനാൻസ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഭാര്യയുടെ കാശിന് മേലിൽ അതെന്തായി എല്ലാ മാസവും എനിക്ക് എന്ന് പറയുന്ന പുരുഷന്മാർ വളരെ കുറവാണെന്ന് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ആ കിട്ടുന്ന കാശ്, ഞാൻ 1000 രൂപ ഞാൻ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ 1000 രൂപ എൻ്റെ ഇഷ്ടത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിനെയാണ് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. അതല്ല നമ്മൾ കാശ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലിൽ വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റുന്നത്? അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വരുമാനം, നമ്മൾ ചുമ്മാ പോകുമ്പോൾ കാശ് കിട്ടും, നമ്മൾ പണിയെടുത്താലേ നമുക്ക് കാശ് കിട്ടും. ആ കാശ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ചിലവാക്കാൻ കഴിയുന്ന നിമിഷമാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നല്ലോ. അതായത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരം എന്നുള്ളത് മാറ്റിയിട്ട് സ്ത്രീധനം വാങ്ങുന്നത് കുറ്റകരം എന്നുള്ള രീതിയിലേക്ക്. അതായത് ബ്രൈഡിന് പിന്നീട് ഒരു പ്രശ്നം വരാതിരിക്കാൻ, കേസ് കൊടുക്കുമ്പോൾ കൊടുത്തതിനൊരു കേസായിട്ട് അവർ പിന്നെ അതിന് പിന്നാലെ പോവാതിരിക്കാനായിട്ട് ഒരു വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? നമ്മളിപ്പോൾ കോടതിയിൽ റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യില്ല. അതായത് കല്യാണ സമയത്ത് പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുത്തിട്ടുള്ള സ്വർണവും പണവും പുരുഷൻ്റെ വീട്ടുകാരിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ചോദിക്കുന്നതാണ് നമ്മൾ റിക്കവറി സ്യൂട്ട്. അതിനകത്ത് നമ്മൾ സ്ത്രീധനം നല്ല എഴുതുന്നത് വിവാഹ സമ്മാനം എന്നാണ് എഴുതുന്നത്. മനസ്സിലാവുന്നത്. കാരണം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമാണെങ്കിൽ സ്ത്രീധനം കൊടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനും അതിന് കുറ്റക്കാരാണ്. അപ്പം അത് സ്വാഗതാർഹമാണ്. പക്ഷെ എന്നാൽ പോലും എവിടെയോ എന്തോ ഒരു ഇതില്ലേ, അതിന് ഒരു എവിടെയോ ന്യായീകരിക്കണോ? അത് കംപ്ലീറ്റ് അബാൻഡൻ ചെയ്യേണ്ട ഒരു കാരണമല്ലോ. ഇപ്പൊ എന്താ പറയുക, മോഷണം പോലെ ഒരു ക്രൈം തന്നെയാണ് ഈ സാധനം. മോഷ്ടിച്ചോ, പക്ഷെ ഇതൊക്കെ മോട്ടിക്കാം എന്ന് പറയണ പോലെ ആയിപ്പോയി. മനസ്സിലായില്ല? അത് കാരണം സ്ത്രീധനം കംപ്ലീറ്റ് അങ്ങ് മാറുക. മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഇതേപോലെ അസറ്റ് ഇത്രയുണ്ട്, ആനുവൽ ഇൻകം ഇത്രയുണ്ട്, എഡ്യൂക്കേഷൻ നിങ്ങൾ വെച്ചോളൂ, അതൊരു ധനമാണ്, അവൾ നേടിയെടുത്തതാണ്, അല്ലെങ്കിൽ കൊടുത്തതല്ല. അവളിപ്പോൾ MPhil MEd മറ്റേതുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വെച്ചോ, കാരണം അതിനനുസരിച്ചിട്ടുള്ള ഒരു പുരുഷനെ നിങ്ങൾ തേടിക്കോളൂ. പക്ഷേ അതിനനുസരിച്ച് എൻ്റെ ഫാമിലി എനിക്ക്, എൻ്റെ അപ്പൻ്റെ സ്വത്ത് ഇത്രയാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പനെന്ന് പറയുന്നത് കുറേ സാമ്പത്തുണ്ട്, അതെന്നൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾ അങ്ങനെ ഒരു ഫിനാൻസ് കണ്ടിട്ട് നമ്മളിലേക്ക് അടുക്കുന്ന ഒരു അതല്ലേ. തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പെമ്പിള്ളേരുടെ അടുത്ത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി പ്രോപ്പർട്ടിയിൽ അവരുടെ വീട്ടിൽ ബെൻസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അത് അവരുടേതാണ്, ആ ഭർത്താവിൻ്റെതാണ്. അത് കണ്ട് നിങ്ങൾക്കത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കയറി പോകും. നിങ്ങൾക്ക് ആകെ കിട്ടാൻ പോണേ എന്താ? കിടക്കാൻ ഒരു സ്ഥലം. മാട്രിമോണിയൽ ഹോമിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റൂല. സ്വന്തമായിട്ട് വരുമാനമില്ലെങ്കിൽ ഫുഡ്, ക്ലോത്ത്, മെഡിക്കൽ എക്സ്പെൻസസ് തുടങ്ങിയുള്ള മെയിൻ്റനൻസ്, ഇതല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അധികാരങ്ങളില്ല. അത് കാരണം ഫിനാൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ലീഗലി ഒന്നും അല്ല. അത് കണ്ടിട്ട് മോഹിച്ച് പോവുകയും വേണ്ട. ഇപ്പോൾ കേരളത്തിൽ നിയമലംഘനമായിട്ട് ഏറ്റവും അധികം നടക്കുന്നത് ഈ സ്ത്രീധനത്തിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു. വെച്ചാൽ സ്ത്രീധനം കൊടുക്കുന്ന കുറ്റകരമാണ്, നിയമലംഘനമാണ്. പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണിൻ്റെ മുമ്പിലാണ് ഈ നിയമലംഘനം നടക്കുന്നത്. പക്ഷെ അതെന്താ പറയുക, അത് അങ്ങ് നടന്നു പോവുകയാണ്. ഒരു തരത്തിലും അതിന് ആരും എതിർക്കുന്നുമില്ല, ഒരു രീതിയിലുള്ള അതിനൊരു ഒപ്പോസിഷൻ വരുന്നുമില്ല. അത് 200 പവനാണോ 200 പവൻ കൊടുത്തോ, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം പോകും. അഹങ്കാരവും എന്തോന്ന് പറയുക, പ്രസ്റ്റീജിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ മക്കൾക്ക് ഇത്ര കൊടുത്തു അത്ര കൊടുത്തു, അല്ലെങ്കിൽ ഒരുക്കി ആഡംബരം പോലെ നിർത്താനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ബാക്കിൽ വരുന്ന ഭവിഷ്യത്തുകളൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 ഡവറി പ്രൊഹിബിഷൻ ആക്ട് വന്നത്. അപ്പോൾ ഈ ഡവറി എന്നുള്ള പേരിൽ വെഡ്ഡിങ് ഡേയിൽ നമ്മൾ ഈ കൊടുക്കുന്ന പരിപാടി നിർത്തുക തന്നെ വേണം. അത് മാറ്റങ്ങൾ വന്നേ പറ്റൂ. കല്യാണം കഴിക്കുന്ന ആ പെൺകൊച്ച് മാത്രം വിചാരിച്ചാൽ പോരെ. അവൾ ഒറ്റ ഒരുത്തി പറയാണ്, എനിക്ക് വേണ്ട, എനിക്കിങ്ങനെ അണിഞ്ഞുകൊണ്ട് നിൽക്കാൻ താല്പര്യമില്ല. ശരിക്കും അണിഞ്ഞോ? ഗോൾഡ് തന്നെ അണിയണമെന്ന് എന്താ നിർബന്ധം?
അവർക്ക് എന്താ അതിൻ്റെതായിട്ടുള്ള ആന്റിക് സെറ്റുകളുണ്ട്, നല്ല നല്ല സംഭവങ്ങളുണ്ട്. പിന്നെ അതിന്റെ പേരിൽ തല്ലുപിടുത്തം ഇല്ലല്ലോ. പിന്നെ അല്ലാതെ മറ്റു വരുമ്പോൾ ഗോൾഡ് വരുമ്പോൾ 85 പവനുണ്ട്. ഏതോ ഒരു പെൺകുട്ടി പറയണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പോയിട്ട് അവിടെ നൈറ്റ് വെള്ളം കുടിക്കാൻ പോയപ്പോൾ കാണാം ചെക്കൻ്റെ വീട്ടുകാരുണ്ടല്ലോ ഇത് ഫുള്ള് സ്വർണ്ണം ഇങ്ങനെ നിരത്തി ബെഡിൽ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഇവളുടെ ഗോൾഡ് ഏതൊക്കെയുണ്ട്, ഇത് ഗോൾഡ് ആണോ, ഇതെങ്ങനെ ഓരോന്നോരോന്ന് ഇവളങ്ങ് ഷോക്കായി പോയി എന്നാ പറയണത്. എന്തിനായിരുന്നു വെറുതെ ഒരു ഉള്ളിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണല്ലേ. അപ്പോൾ അവരുടെ വീട്ടിലൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു എന്ന് വെച്ചോ, സ്വാഭാവികമായിട്ട് അവർ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കും ഗോൾഡുകാർ. ഇവള് കൊടുത്തില്ലെങ്കിൽ അവിടെ തീർന്നില്ലേ പ്രശ്നം, ഒന്നും ഇല്ലെങ്കിൽ എന്താ. പിന്നെ ആ വെഡ്ഡിങ് ഡേയിൽ കാശ് കൊടുക്കുന്നത് സ്വർണം കൊടുക്കുന്നതിനോട് എതിരാ. നമ്മുടെ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ അവർ വീഴും ഫിനാൻഷ്യലി, അവർക്കൊരു ആവശ്യം വരുമ്പോൾ കൊടുക്കൂ, നല്ല വിദ്യാഭ്യാസം കൊടുക്കൂ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇട്ട് കൊടുക്കൂ, ഒരു ബ്യൂട്ടി കേക്കിൽ ഇട്ട് കൊടുക്കൂ, എന്തെങ്കിലും ഒരു അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം കൊടുക്കും. അല്ലാതെ ഒരു കാർ അലങ്കരിച്ച് നിർത്തിയിട്ടും കുറേ ഗോൾഡ് വാരി ഇട്ടിട്ടും ക്യാഷ് ചെക്ക് കൊടുത്തിട്ടൊക്കെ എനിക്കറിയത്തില്ല ഇതെന്താ മാറുക എന്ന് പറഞ്ഞു. മാറിയേ പറ്റുള്ളൂ, അതില്ല മാറണം. ഇപ്പോൾ സ്ത്രീധനത്തെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പല കാരണങ്ങളുണ്ട്, പല 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 കാരണങ്ങളുണ്ട്. ഇപ്പം വീട്ടുകാർ ഉദ്ദേശിച്ച നിറമില്ല, വണ്ണമില്ല, ഈ ബോഡി ഷേമിങ് പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിരവധി പെൺകുട്ടികളാണ് സൊസൈറ്റിയിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീധനം അപ്പാർട്ട് ബാക്കി കാര്യങ്ങളും കൂടി നോക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറാൻ, ഈ സൊസൈറ്റി ഒന്ന് ഒരുപടിയെങ്കിലും മുകളിലേക്ക് ഉയരാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ? കാരണം ഇപ്പം നോക്കുകയാണെങ്കിൽ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ വയ്യ, ഒരു പേടിയുണ്ട്, ഒരു താല്പര്യമില്ലായ്മയുണ്ട് ഈ തരത്തിൽ. അതായത് ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതായത് സ്ത്രീധനം അല്ലെങ്കിൽ വേറൊരു കാരണം ഇങ്ങനെ ഉപദ്രവിക്കാൻ. അപ്പം അതിനെക്കുറിച്ച് എന്താ? ഇപ്പോൾ പെൺകുട്ടികൾക്ക് വരുന്ന ഭയം എന്ന് പറയുന്നത് തന്നെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഭയം മാറ്റുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭയക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മളെല്ലാം അതിനൊരു കുറ്റക്കാരെ പോലെ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഫാമിലി ഉണ്ടല്ലോ, അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആയിരിക്കാം. അവർ വിചാരിക്കുന്നത് പോലെ രാവിലെ മഴിഞ്ഞ് തലമുടിയൊക്കെ കെട്ടി വന്ന് കോലം ഇടുന്ന പെണ്ണായിരിക്കാം. പക്ഷേ IT-യിൽ വർക്ക് ചെയ്ത് രാത്രി വരെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ലേറ്റായിട്ട് എണീക്കുന്ന പെണ്ണിൽ നിന്ന് ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ അവയർനെസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഈ സീരിയലിൽ കാണുന്നതാണ് ഇത് എന്ന് പറയുന്നവരെ നമുക്ക് മാറ്റാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. വിവരവും ബോധവും ഇല്ലാത്തൊരു സൊസൈറ്റിയുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല, അതില്ല. നിങ്ങൾ പെൺപിള്ളേർ വരികയാണെങ്കിൽ അവർ വേറെ ഒരിടത്ത് പഠിച്ച് വളർന്ന് ജനിച്ച് ജീവിച്ച് വരുന്നതാണ് നിങ്ങളുടെ വീട്ടിലേക്ക്. നിങ്ങളുടെ മോനെ കൊണ്ടുവന്ന് അങ്ങനെ ആ വീട്ടിലോട്ട് 2 ദിവസം നിർത്തി നോക്കൂ. അവരാഗ്രഹിക്കുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മോൻ്റെ എല്ലാ ഫിഗറും നിങ്ങളുടെ മോനുണ്ടാവും. തിരിച്ചു വിട്ടവൾക്ക് അവൾ അങ്ങനെയല്ല, അവൾ കംപ്ലീറ്റ് എല്ലാം മാറി വന്ന് അവരുടെ വീട്ടിൽ ജീവിക്കും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 ഫാമിലിയും വേണ്ട, നിങ്ങളായിട്ടൊരു ലൈഫ് ഉണ്ടാക്കൂ. നിങ്ങൾ ഇപ്പം സ്വന്തമായിട്ട് വീട് വെക്കണമെന്നൊന്നുമില്ല. ഇവർക്ക് 24 മണിക്കൂർ ഇവരുടെ കൂടെ പാരൻസിൻ്റെ കൂടെ നിന്നില്ല. അവർക്കൊരു രോഗം വരുമ്പോൾ, അല്ലാതെ അവർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി കാണൂ, സ്നേഹിക്കൂ, എല്ലാം ചെയ്യും. ഉത്തരവാദിത്തമുള്ള മക്കളായിരിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം 24/7 അവിടെ ഉണ്ട് അടിയുണ്ടാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാനേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് രാവിലെ എന്ത് എഴുന്നേൽക്കാത്ത, ഡ്രസ്സ് ഇട്ടാൽ ശരിയായില്ലല്ലോ, വീട്ടിൽ ഇങ്ങനെയാണോ നിൽക്കേണ്ടത്. ഇപ്പം അവൾ ഷോർട്ട്സ് ഇട്ട് നടന്ന പെണ്ണായിരിക്കാം ഹോസ്റ്റലിൽ, ഇവിടെ വന്നപ്പോൾ അവൾ നൈറ്റിയും ചുരിദാറും ഇടണോ, അവളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവൾക്ക് റെസ്ട്രിക്ഷൻ വരുമ്പോൾ അവൾക്ക് ഫ്രസ്ട്രേഷനും സഫോക്കേഷൻ വരും. ഇതെങ്ങനെ നേരം ഭർത്താവിൻ്റെ അടുത്ത് തീർക്കും. ഇങ്ങനെയാണ് ചാനലായിട്ട് ഇങ്ങനെ പോകുന്നത്. ഫ്രീ ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ഏറ്റവും വേണ്ടത്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, ഇന്ത്യക്കാർക്ക് മതം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പം മാരേജ് ആക്ടിലേക്കോ അല്ലെങ്കിൽ ഈ ഡിവോഴ്സിലേക്കോ ഒക്കെ വരുമ്പം ഓരോ മതത്തിനും പ്രത്യേക നിയമങ്ങളാണുള്ളത്. അത് എന്തുകൊണ്ടാണ്, അതെങ്ങനെയൊക്കെയാണെന്നൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് വരേണ്ട സമയം കഴിഞ്ഞു എന്ന് ഞാൻ, ഏകീകൃത സിവിൽ കോഡ് എല്ലാവർക്കും ഒരേ നിയമം വരട്ടെ. പക്ഷേ ഈ ഫാമിലി ലോസ് വരുന്ന സമയത്ത് അവർ കസ്റ്റം, റിലീജിയസ് ബേസ്ഡ് അങ്ങനെയായിട്ട് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഹിന്ദു മാരേജ് വരുന്ന സമയത്ത് അതിൻ്റെ കസ്റ്റം തന്നെ പുടവ കൊടുക്കുക, താലി കെട്ടുക, പ്രദക്ഷിണം വയ്ക്കുക, ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യൻ ഡിവോഴ്സ് ആക്റ്റാണ് ഇത് ക്രിസ്ത്യൻസിന് വരുന്നത്. അപ്പോൾ ചില ഗ്രൗണ്ട്സ് എല്ലാം സിമിലർ ആണെങ്കിൽ ചില ഗ്രൗണ്ട്സ് ഭയങ്കര വ്യത്യസ്തമാണ്, നിയമങ്ങളും വ്യത്യസ്തമാണ്. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിലി ലോസിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ഉണ്ട്, ഹിന്ദുസിന് ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്. അതേസമയം ക്രിസ്ത്യൻ മാരേജ് ആക്ട്, ഡിവോഴ്സ് ആക്ട് അങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക്. മുസ്ലിങ്ങൾക്ക് വേറെ മുസ്ലിങ്ങൾക്ക് കോടതി പോലും പോകണ്ട,
എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. അതായത് കോടതിക്ക് പുറത്തായിട്ട് മുസ്ലിം സ്ത്രീകൾ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വയ്ക്കുന്നത്. മൊഴി ചൊല്ലുക, അതേപോലെ മറ്റേ മുബാരത്ത്, ഫസക്ക്, അങ്ങനെ ഖുല, അങ്ങനെ കുറേ നിയമങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഓരോ നിയമം അനുസരിച്ചിട്ട് മാറി 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 ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. അതിന് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ, ഒരിക്കലും ഒരു അഡ്വാൻറ്റേജ്. പിന്നെ കാലഹരണപ്പെട്ട നിയമം 1955 നിയമം, അതാണ് ഇന്ന് 2025 നടക്കുന്നത്. അതൊക്കെ മാറി. നമ്മൾ പണ്ട് വന്നിട്ട് ആ ഒരു മനുസ്മൃതിയുടെ കാലത്തൊന്നും അല്ല ജീവിക്കുന്നത്. സ്ത്രീകളുടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം അതിനനുസരിച്ച് നിയമങ്ങൾ മാറി തന്നെ ആവണം. പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത് ഇനി വരുന്നത്? അതായത് ഇത്തരം ഈ പാരൻസിന്റെ ഭാഗത്തു നിന്നുള്ളത്, സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ളത്, ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ളത്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇങ്ങനെ നിൽക്കുമ്പം മരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് പെൺകുട്ടികൾക്ക് ഒരു ഓപ്ഷൻ വേണമല്ലോ. അപ്പം മാമിന് എന്താ പറയാനുള്ളത്? മാരേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സക്സസ് ആയിട്ടൊന്നും കരുതണ്ട. മാരേജ് ഇസ് ഓൺലി എ പാർട്ട് ഓഫ് ലൈഫ്. നമ്മളെ ജീവിതത്തിൽ കല്യാണം വെച്ചിട്ട് മറിക്കാമെന്ന് വിചാരിക്കേണ്ട. പിന്നെ കല്യാണം എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ നിങ്ങൾക്ക് റൈറ്റ് എന്ന് തോന്നുന്നു, നാട്ടുകാർക്കോ വീട്ടുകാർക്കോ റൈറ്റ് എന്നില്ല, നിങ്ങൾക്ക് റൈറ്റ് എന്ന് തോന്നുന്ന ടൈമിൽ റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ, അത് ജാതി ആവട്ടെ മതം ആവട്ടെ എന്ത് തന്നെ ആവട്ടെ, റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുക. കല്യാണം എന്ന് പറയുന്നത് രണ്ട് ഫാമിലി എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ജീവിക്കാനുള്ളത് കോടതിയിൽ വരുന്ന സമയത്ത് പെറ്റീഷണേഴ്സ്, റെസ്പോണ്ടന്റ്, നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ രണ്ടുപേരുടെ ഉള്ള ജീവിതമാണ്. പിന്നെ യോജിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോവുകയാണ്, ഒരു പരിധി കഴിഞ്ഞിട്ട് ഒരാൾ മറ്റേ തകർക്കുന്നു എന്ന് തോന്നുകയാണ്, എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്നെങ്കിൽ താഴോട്ട് വലിയ കരിയർ വൈസ്, ഹെൽത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് വൈസ് എല്ലാ രീതിയിലും തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാക്കരുത്. അത് അയാൾക്കും കൊടുക്കുന്ന റെസ്പെക്റ്റാണ്, നിങ്ങളോടുള്ള ലവും ആണ്. അത് നിർത്തുക. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് വേണം, നാട്ടുകാരുടെ സപ്പോർട്ട് വേണം എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ എന്താ പറയുക, ആ ഒരു കറേജിയസ് ആയിട്ട് മുന്നോട്ട് പോവുക. കിടക്കാൻ ഒരു സ്ഥലം, കഴിക്കാൻ ആഹാരം, പിന്നെ ആരെങ്കിലും സപ്പോർട്ട് സിസ്റ്റം ആരൊക്കെയുണ്ട്, ഏതെങ്കിലും ഒരാളെങ്കിലും ഒരാൾ, ആരും ഇല്ലെങ്കിലും ആരും ഇല്ല എന്ന് വിചാരിക്കുക. നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. മാമിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി. താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുല്യം മാറുക. ഈ കേൾക്കുന്ന എല്ലാ പെൺകുട്ടികളും ദയവ് ചെയ്ത് നിങ്ങൾ മാറുക. കാശ് കൊടുത്ത് ഞാൻ ഒരു കല്യാണത്തിന് നിൽക്കില്ല, അല്ലെങ്കിൽ ഞാൻ സ്ത്രീധനത്തിനെതിരാണെന്ന് ഓരോ പെൺകുട്ടി വിചാരിച്ചാൽ മാത്രം കേരളത്തിൽ മാറ്റം വരുത്താം.